ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ അപ്ഡേറ്റഡ് ഗ്രാൻഡ് വിറ്റാരയുടെ സീറ്റ വേരിയൻ്റ് ആണ്. ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻറ്റ്. ഏകദേശം 10ഓളം ചേഞ്ചസ് ആണ് ഈ പുതിയ സീറ്റ വേരിയൻറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. 2025 മോഡൽ അപ്ഡേറ്റഡ് ഗ്രാൻഡ് വിറ്റാര സീറ്റ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, സീറ്റ ആൻഡ് ആൽഫ വേരിയൻറ്റിൽ വരുന്ന ബ്ലാക്ക് കളർ നമ്മുടെ മിഡ് നൈറ്റ് ബ്ലാക്ക് തന്നെയാണ്, ബ്ലൂയിഷ് ബ്ലാക്ക് അല്ല, പ്രോപ്പർ ബ്ലാക്ക് കളർ. സീറ്റയിലും ആൽഫയിലും മാത്രമാണ് ഈ ഒരു ബ്ലാക്ക് കളർ ഇപ്പോഴും വരുന്നുള്ളൂ. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ് വന്ന സമയത്ത് ഒരു 10ഓളം ചേഞ്ചസ് അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വേരിയൻറ്റും ഈ ഒരു സീറ്റ വേരിയൻ്റാണ്. ഗ്രാൻഡ് വിറ്റാരയിലെ ഒരു മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് വിളിക്കാവുന്നത് നമ്മളുടെ സീറ്റ വേരിയൻറ്റിനെയാണ്. കാരണം ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ഈ വേരിയൻറ്റിൽ മാരുതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സീറ്റ വേരിയൻറ്റിൽ തന്നെ നമുക്ക് സീറ്റ പ്ലസ് എന്ന് പറഞ്ഞ് സൺറൂഫ് ഉള്ള ഒരു വേരിയൻറ്റും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഗ്രാൻഡ് വിറ്റാരയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള 3 ജുവൽ ടൈപ്പ് ആയിട്ടുള്ള DRL പ്ലസ് 10 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിനകത്തൊരു സ്മോക്കി ബ്ലാക്ക് ഫിനിഷ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ. കാരണം എനിക്ക് തോന്നുന്നു വാഹനം ഈ ഫുൾ ബ്ലാക്ക് കളർ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് LED ഹെഡ്ലൈറ്റുകളാണ്. സീറ്റ വേരിയൻ്റ് തൊട്ട് LED ഹെഡ്ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റുമെല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ക്രോം ഇൻസൈഡിലേക്കൊക്കെ ചെയ്യാം. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ വരുന്നുണ്ട്. വേറെ ഫ്രണ്ടിൽ ഫോഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫ്രണ്ടിൽ സിൽവർ ഫിനിഷിലാണ് സ്കിറ്റ് പ്ലേറ്റ് കാര്യങ്ങൾ വരുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. വേറെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സോ ഫ്രണ്ട് ക്യാമറയോ കാര്യങ്ങളൊന്നും സീറ്റ വേരിയൻറ്റിൽ വരുന്നില്ല. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് സീറ്റ വേരിയൻറ്റിൽ വന്നിരിക്കുന്ന ഒരു മെയിൻ അപ്ഡേറ്റ് നമുക്ക് മനസ്സിലാവും. സീറ്റ വേരിയൻറ്റിൽ ഇപ്പോൾ പുതിയ അലോയ് വീൽസുകളാണ് കൊടുത്തിരിക്കുന്നത്. ടയർ സൈസ് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മളുടെ 215/60R17 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ഒരു പുതിയ ഡിസൈനോട് കൂടിയ ബ്ലാക്ക് അലോയ് വീൽസ് ആണ് സീറ്റ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആൽഫയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പുതിയ ഡിസൈനിലുള്ള അലോയ്സ് തന്നെ നമുക്ക് ഡയമണ്ട് കട്ടിലും ലഭിക്കുന്നുണ്ട്. ഇതിനിവിടെ ഒരു ക്യാപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു ഫുൾ ബ്ലാക്ക് അലോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഒരു ഗൺ മെറ്റൽ കളർ പോലെയുള്ള ഒരു ഫിനിഷാണ് ശരിക്കും നമുക്ക് അടുത്തുനിന്ന് നോക്കുമ്പോൾ ഫീൽ ചെയ്യാം. ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിലേക്ക് കൊടുത്തിരിക്കുന്നു. വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ബ്ലാക്ക് കളറിൻ്റെ ഒരു ഭംഗി നമുക്ക് എടുത്തു കാണാവുന്നതാണ്. നമ്മളുടെ ഗ്ലാസ് കാര്യങ്ങൾ 30% UV പ്രൊട്ടക്ഷനോട് കൂടിയ ഗ്ലാസ്സുകളാണ്. ടോപ്പിൽ നമുക്ക് റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കാണാം. റൂഫ് റെയിൽസ് ഒരു സിൽവർ ഫിനിഷിലാണ് വരുന്നത്. അതിപ്പോൾ ഡെൽറ്റ വേരിയൻ്റ് തൊട്ട് ഒരു സെയിം കളറിലാണ് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഈ വേരിയൻറ്റിൽ നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ക്വാർട്ടർ പാനൽ പോർഷനിൽ കാണുന്ന ആ ഒരു വൈറ്റ് ഫിനിഷ് മാത്രമാണ് വേറൊരു കളർ ചേഞ്ചിൽ വരുന്നത്. അതും കൂടി ഒന്ന് ബ്ലാക്ക് കളറിലേക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ലുക്ക് ലഭിക്കും ഈ വാഹനത്തിന്. പിന്നെ നമുക്ക് ഈ ഒരു വിൻഡോ ലൈൻസ് കാര്യങ്ങൾ ഒരു ക്രോം ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ വേരിയൻ്റ് ആണെന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ബാക്കിൽ വൈപ്പർ വന്നു എന്നുള്ളതാണ് ഒരു ചേഞ്ച്. കാരണം സീറ്റ വേരിയൻ്റ് തൊട്ടിട്ടാണ് ബാക്ക് വൈപ്പേഴ്സ് ഗ്രാൻഡ് വിറ്റാരയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഡിസൈൻ. ഹൈ മോഡൽ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ബാക്ക് ഗ്ലാസ്സുകളാണ്. ഇവിടെ നെക്സ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. ഇത് നമ്മളുടെ സ്മാർട്ട് ഹൈബ്രിഡ് വേരിയൻ്റ് ആണ്. ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞ വലിയ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്സ് ഒന്നും ബാക്കിൽ വരുന്നില്ല. നമുക്ക് ബാക്കിലെ ടെയിൽ ലൈറ്റ് ഫുൾ LED ആയിട്ടുള്ള കണക്റ്റഡ് ടെയിൽ ലൈറ്റാണ് വരുന്നത്. ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ് രണ്ടും ഹാലജനാണ്. അതിൻ്റെ താഴെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ സ്കിറ്റ് പ്ലേറ്റ് കാണാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും ഈ ഒരു വേരിയൻറ്റിന് മാരുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 375 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് പാഴ്സൽ ട്രേ സെക്കൻഡ് വേരിയൻ്റ് തൊട്ടേ വരുന്നുണ്ട്. അപ്പോൾ ഈ വേരിയൻറ്റിൽ നമുക്ക് പാഴ്സൽ ട്രേ കാണാം. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻസും കാണാം. ബാക്കിൽ നമുക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സീറ്റ വേരിയൻറ്റിലും നമുക്ക് സ്പെയർ വീലുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് ഒരു പഞ്ചർ കിറ്റ് മാത്രമാണ് വരുന്നത്. സ്പെയർ വീല് വേണമെങ്കിൽ നമ്മൾ ആക്സസറി ആയിട്ട് മേടിച്ച് വാഹനത്തിൽ വയ്ക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ 2025 വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലസ് എൻട്രി കാര്യങ്ങൾ വരുന്നുണ്ട്. അതിപ്പോൾ എന്തായാലും ബേസ് വേരിയൻ്റ് തൊട്ട് അവൈലബിൾ ആണ്. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് എൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഒരു ബേജ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് അത് വരുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷൊക്കെ നമുക്ക് ഈ ഒരു വേരിയൻ്റ് തൊട്ടാണ്
സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാം. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഈ വാഹനം ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോ ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് താഴെ സ്പീക്കർ ഗ്രില്ല് കാണാം. ടൂട്ടേഴ്സ് വരുന്നുണ്ട്. ടൂട്ടർ ഗ്രില്ലും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ്, ഇതിനകത്ത് ഫാബ്രിക് സീറ്റുകളാണ്. പക്ഷേ ഫാബ്രിക് സീറ്റിൽ തന്നെ നമ്മൾക്ക് വെന്റിലേഷൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഫാബ്രിക് സീറ്റുകളാണ്. അത് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്. എന്നാലും നമുക്ക് ഡെഡിക്കേറ്റഡ് ഒരു ഡെഡ് പെഡൽ അവിടെ കാണാം. ഇവിടെ നമ്മൾ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഒരു ബട്ടണും കൊടുത്തിരിക്കുന്നു. താഴെയായിട്ടാണ് ഹുഡും ഫ്യൂൽ ലൈറ്റും ഓപ്പൺ ചെയ്യാനുള്ളത് വരുന്നത്. AC വെൻസിന് ചുറ്റുമെല്ലാം നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അപ്ഡേറ്റഡ് സീറ്റ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ കൂടുതൽ ചേഞ്ചസ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്റീരിയറിലാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ തന്നെ നമ്മുടെ ഹൈബ്രിഡ് വാഹനങ്ങളിൽ കാണുന്ന സെയിം സ്റ്റിയറിംഗ് വീലും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ആണ് നമ്മളുടെ സ്മാർട്ട് ഹൈബ്രിഡ് വാഹനങ്ങളിലും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീല് മൾട്ടി ഫംഗ്ഷനിലാണ്. ലെതർ റാപ്ഡ് ഒന്നും വരുന്നില്ല. നോർമൽ സ്റ്റിയറിംഗ് ആണ്. താഴെയുള്ള സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇടതുവശത്തായിട്ടാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ താഴെ കാണുന്നതാണ് നമ്മുടെ മ്യൂസിക്കിന്റെ കൺട്രോൾസുകൾ. അതിന് താഴെയായിട്ട് ഇവിടെ നമുക്ക് നമ്മളുടെ ഫോണിന്റെ കൺട്രോൾസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിപ്പോൾ സീറ്റ വേരിയന്റിൽ ഓട്ടോ വൈപ്പേഴ്സും ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. നമ്മൾ പഴയ ഹൈബ്രിഡ് വാഹനങ്ങളിൽ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് ആണ് ഇപ്പോൾ ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആണ്. സ്പീഡോമീറ്ററും നമ്മളുടെ ഫ്യൂവൽ ഗേജും എഞ്ചിൻ ടെമ്പറേച്ചറും മാത്രം ഒരു ലൈറ്റിംഗ് ഫംഗ്ഷനോട് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് ടൈം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡ്രൈവ് റേഞ്ച് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. പിന്നെ ട്രിപ്പ് എ ട്രിപ്പ് ബി പോലെയുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സെറ്റിംഗ്സ് നടത്താനുള്ള കുറേ ബ്രൈറ്റ്നസ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ ഫ്യൂവലിൻ്റെ ഇൻഫർമേഷൻസ് നമുക്കറിയാം. ലോ ഫ്യൂവലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ USB 100 കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറയാം. എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ടോപ്പ് എൻഡിലൊക്കെ കണ്ടുവന്നിരുന്ന സെയിം ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ തന്നെയാണ്. 9 ഇഞ്ചിൻ്റെ ആർക്കമിസ് ട്യൂൺ ചെയ്ത് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം അതിനകത്ത് വരുന്നത്. 4 സ്പീക്കറും 2 ടൂട്ടറാണ് വരുന്നത്. നല്ല മ്യൂസിക് ക്ലാരിറ്റിയാണ്. ആർക്കമിസ് ട്യൂൺ ചെയ്ത് നിങ്ങൾ ഇതിനകത്തൊരു USB ഒക്കെ കണക്ട് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ല മ്യൂസിക് ക്ലാരിറ്റി കാര്യങ്ങളാണ്. അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് കുറച്ചധികം ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു എയർ പ്യൂരിഫയർ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ വാഹനത്തിൻ്റെ അകത്തെ എയർ എന്തോരം പൊല്യൂട്ടഡ് ആണ് അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആണോ അല്ല എന്നുള്ള അറിയാനായിട്ടുള്ള ഒരു ഓപ്ഷൻ, ഒരു എയർ പ്യൂരിഫയർ വരുന്നുണ്ട്. പിന്നെ TPMS അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. പിന്നെ അങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ചധികം ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വയർലെസ് ചാർജർ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അങ്ങനെ എന്തെല്ലാം ഈ വാഹനത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ആ ക്ലസ്റ്ററിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനിൽ നിന്ന് തന്നെ കിട്ടും. ഇപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. വയർലെസ് ആയിട്ട് കണക്ട് ചെയ്തതിന് ടാബ്ലറ്റ് യൂസ് ചെയ്യണോളം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. അത് നമുക്ക് ആ ഫുൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് വേറെ പ്രത്യേകിച്ച് സെറ്റിംഗ്സ് കാര്യങ്ങളൊന്നുമില്ല. പാർക്ക് അസിസ്റ്റൻ്റ് അത് ഓൺ ഓഫ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷൻ മാത്രമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പാർക്കിംഗ് സെൻസേഴ്സ് ഈ കോർണറിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. താഴേക്ക് വന്നാൽ AC വെൻസ് കൊടുത്തിരിക്കുന്നു. AC വെൻസിൻ്റെ പോർഷൻസിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ മറ്റ് വേരിയൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പ്രീമിയം ഫീൽ കൂടുതലാണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ്, അതൊരു ലെതർ ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. AC നോബ്സിന് ചുറ്റാണെങ്കിൽ നമുക്ക് ഇവിടെയാണെങ്കിലും നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. AC നോബ്സിലെല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാം. താഴേക്ക് വന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. അതിപ്പോൾ എല്ലാ വേരിയൻറ്റുകളും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട്. നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ആ ടെക്നോളജിയുടെ ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട്, USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. വയർലെസ് ചാർജർ ഇപ്പോൾ വേരിയൻ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിരുന്നു. മാനുവൽ വേരിയൻ്റാണ്. അതിൻ്റെ ഗിയർ ലിവർ കാണാം. അതിന് ചുറ്റുമെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഡ്രൈവർ സീറ്റ് വെന്റിലേഷൻ ഓൺ ആണ്, നിങ്ങൾക്ക് കാണാനായിട്ട് വരും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കൂളിങ് കാര്യങ്ങൾ നമുക്ക് സീറ്റിൽ ലഭിക്കുന്നുണ്ട്. ഇതിൽ ഹാൻഡ് ബ്രേക്ക് വരുന്നത് നമ്മുടെ മാനുവൽ ഹാൻഡ് ബ്രേക്കുകളാണ്. ഈ സമയത്ത് നിങ്ങൾ നിയോ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ പാർക്ക് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഡെൽറ്റ ആൻഡ് സീറ്റ വേരിയൻറ്റിൻ്റെ സ്മാർട്ട് ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളിൽ
മാത്രമാണ് നമ്മൾക്ക് ആ ഒരു ഓട്ടോ പാർക്കും ആ ഓട്ടോ ഹോൾഡിൻ്റെ ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോടെ ഫുള്ളി ഫംഗ്ഷണൽ ആട്ടോ. ആ സെയിം പഴയ കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ചേഞ്ചസോ ഫീച്ചേഴ്സോ ഒന്നും തന്നെ കീയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സെൻറ്റർ ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിന് സോഫ്റ്റ് ടച്ചാണ്. സ്ലൈഡിങ് ഓപ്ഷനോട് കൂടിയതാണ്. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ അപ്ഡേറ്റഡ് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് 6 എയർ ബാഗ് ഇതിനകത്ത് വരുന്നുണ്ട്. പഴയ സീറ്റ വേരിയൻറ്റിൽ 6 എയർ ബാഗ് വന്നിരുന്നു. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയ സീറ്റുകളാണ്. പിന്നെ ഞാൻ ഇത്രയും നാൾ കണ്ടിരുന്നത് ലെതർ സീറ്റുകളായിരുന്നു വെൻറ്റിലേഷൻ്റെ ഓപ്ഷൻ കണ്ടിരുന്നത്. ഇതിപ്പോൾ ഒരു ഫാബ്രിക് സീറ്റിലും വെൻറ്റിലേഷൻ്റെ ഓപ്ഷൻ കൊടുക്കാൻ പറ്റുമെന്ന് മാരുതി ഈ വാഹനത്തിൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ടോപ്പിലായിട്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവേഴ്സിൽ സൺവൈസസ്, മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് വരുന്നത്. സെൻറ്റർ IRVMs ഓട്ടോ ഡിമ്മിംഗ് ഉള്ള IRVMs കൊടുത്തിരിക്കുന്നു. നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് അത് ഹാലജൻ റീഡിംഗ് ലൈറ്റുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിററോട് കൂടി ആൻഡ് ലൈറ്റോട് കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോ ബോക്സിൽ കൂൾഡ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ആ ഒരു സെയിം എല്ലാ വേരിയൻറ്റുകളും സിമിലർ ഗ്ലോ ബോക്സ് കാര്യങ്ങളാണ് വരുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഫീൽ ലൈക്ക് ഓക്കെ, നമ്മൾ മുടക്കുന്ന 20 ലക്ഷം രൂപയാണ്, അതിന് വെർത്തായിട്ടുള്ളൊരു വാഹനമുണ്ട് ഇതെന്ന് നമുക്ക് ശരിക്കും ഫീൽ. യാത്രക്കാരുടെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡുകൾ നമുക്ക് ആ ഡ്യുവൽ ടോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിൽവർ ഫിനിഷ് ഒരു ലൈൻസും കാണാം. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിൽ കാണാം. ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോൻ്റെ കൺട്രോൾ, സ്പീക്കർ ഗ്രില്ല്. നമുക്ക് അഡീഷണൽ വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ് സൺ ബ്ലൈൻഡ്സ്. അതെന്താണെങ്കിലും ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. അതെന്ന് മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ്, അതിപ്പോൾ ബേസ് വേരിയൻ്റ് വരുന്നുണ്ട്. 2 Type-C ചാർജിങ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ സീറ്റ് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ സീറ്റ് നമുക്ക് ഒരു 2 പോർഷനിൽ റിക്ലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതാണ് നോർമൽ പൊസിഷൻ. പിന്നെ നമുക്ക് ഒന്നും കൂടി റിക്ലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് ഒരു കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ബാക്ക് സീറ്റിന് ഒരു സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ അടുത്ത് ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു വാഹനമാണ്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാം. 3 പേർക്കുള്ള ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. ബാക്കിലെ റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഹാലജൻ ആയിട്ടായിരുന്നു വന്നിരുന്നത്. ബാക്കിൽ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഴ്സൽ ട്രേയും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സീറ്റിൻ്റെ ആ റിക്ലൈനിങ് പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക് സ്പേസ് ആയിട്ട് ഇതിൻ്റെ ബാക്ക് സീറ്റുകൾ മാരുതി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റഡ് സീറ്റ വേരിയൻറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ 6 എയർ ബാഗ് ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, പിന്നെ 4 വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക്, TPMS, സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻസ്, അങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വേരിയൻറ്റിലും മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ വെയിറ്റ് ഒന്ന് ഇൻക്രീസ്, ബോഡി വെയിറ്റ് കാര്യങ്ങളൊന്ന് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആ വാഹനം തുറന്ന് അത് അടയ്ക്കുന്ന സമയത്ത് നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ഹെവി വാഹനമായിട്ട് ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാര ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ബേസ് വേരിയൻ്റ് ആണെങ്കിലും നമുക്ക് ആ ഒരു സിമിലർ കുറച്ചും കൂടി സ്ട്രോങ് ആൻഡ് സോളിഡ് വാഹനമായിട്ട് ഫീൽ ചെയ്യും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും ഈ സീറ്റ വേരിയൻ്റ് അവൈലബിൾ ആണ്. നമ്മളുടെ 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെയർ പെട്രോൾ എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്, പിന്നെ നമ്മളുടെ ഹൈബ്രിഡ് എഞ്ചിൻ. നമ്മളുടെ നോർമൽ പെട്രോൾ എഞ്ചിന്, അതായത് നോൺ ഹൈബ്രിഡ് സ്മാർട്ട് ഹൈബ്രിഡോട് കൂടി വരുന്ന പെട്രോൾ എഞ്ചിനിൽ മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്ന 20ഒക്കെയാണ്. റിയൽ ലൈഫിൽ 14 15 കിട്ടും. അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി മൈലേജ് ഉള്ള ഒരു വാഹനം വേണമെങ്കിൽ ഹൈബ്രിഡിലേക്ക് പോവാം. ഹൈബ്രിഡ് ഏകദേശം 120 HP അടുത്ത് പവർ വരുന്നുണ്ട്. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. അത് ആ ഒരു 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ പ്ലസ് നമ്മുടെ ബാറ്ററി കമ്പൈൻ ചെയ്ത പവറാണ് 120 അടുത്ത് വരുന്നത്. സിറ്റിയിൽ ഒരു 24-25 ഇടയ്ക്ക് മൈലേജും ഹൈവേയിൽ ഒരു 22-23 ഇടയ്ക്ക് മൈലേജും നിങ്ങൾക്ക് ആ ഹൈബ്രിഡ് വാഹനം തരും. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ പെട്രോളിൽ ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന ഒരു വാഹനം ഗ്രാൻഡ് വിറ്റാരയുടെ ഹൈബ്രിഡ് വേരിയൻ്റ് ആണ്. ഇപ്പോൾ സിറ്റിയിലൊക്കെ ഓടിക്കുകയാണ് എങ്കിൽ എനിക്ക് തോന്നുന്നു പെർ കിലോമീറ്ററിന് നിങ്ങൾക്ക് 4 രൂപയുടെ അടുത്തൊക്കെ ആയിരിക്കും ഏകദേശം ഡ്രൈവിംഗ് കോസ്റ്റ് വരാനായിട്ട് സാധ്യത. അപ്ഡേറ്റഡ് സീറ്റ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ സീറ്റയിൽ തന്നെ ഇപ്പോൾ 2 വേരിയന്റ് ആയിട്ടാണ് മാരുതി തിരിച്ചിരിക്കുന്നത്. സീറ്റ ആൻഡ് സീറ്റ ഓപ്ഷണൽ. സീറ്റ ഓപ്ഷനിലേക്ക് വരുമ്പോൾ എനിക്ക് അഡീഷണലി വരുന്ന ഒരു ഫീച്ചർ നമ്മുടെ പനോരമിക് സൺറൂഫാണ്. പല ആളുകൾക്കും സൺറൂഫ് ആവശ്യമില്ലാത്ത ആൾക്കാർ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും സൺറൂഫിന്റെ ഒരു ഓപ്ഷൻ കൊടുക്കാണ്ട് ആവശ്യമുള്ളവർക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന രീതിയിൽ സീറ്റ ആൻഡ് സീറ്റ ഓപ്ഷണൽ എന്നുള്ള ഒരു വേരിയന്റ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബേസ് വേരിയന്റിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 13,55,000 രൂപയാണ് അതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ സീറ്റ വേരിയന്റിൽ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് സീറ്റ മാനുവൽ വേരിയന്റ് ആണ്.
ഈ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 17,25,000 രൂപയാണ്. അഡീഷണലി എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഏകദേശം 30,000 രൂപ 40,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ പ്രൈസിൽ നിന്നൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പേയ്മെന്റിനും കൂടി നിങ്ങൾക്ക് കുറവ് ലഭിക്കും. അപ്പോൾ ഈ മാസത്തെ എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസാണ്. സീറ്റ മാനുവൽ വേരിയന്റിന് 17,25,000 രൂപ, സീറ്റ ഓപ്ഷണൽ വേരിയന്റിന് 18,25,000 രൂപ. സീറ്റയിൽ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, നമ്മുടെ 6 സ്പീഡ് ടോക്കൺ കൺവെർട്ടർ ഓട്ടോമാറ്റിക്. ആ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 19,20,000 രൂപ. സീറ്റ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ 19,95,000 രൂപ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 80,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് സീറ്റയും സീറ്റ ഓപ്ഷനിലും തമ്മിൽ വരുന്നത്. അതല്ല, ഹൈബ്രിഡ് നോക്കുന്നവർക്ക് ഹൈബ്രിഡ് നോക്കാം. ഹൈബ്രിഡിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 22,15,000 രൂപയാണ്. ഹൈബ്രിഡ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് സീറ്റ ഹൈബ്രിഡ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 22,85,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. 22,85,000 രൂപയ്ക്ക് ഈ വാഹനം ഒരു 100% വാല്യൂ ഫോർ മണിയാണ്. കാരണം 20 ലക്ഷം രൂപ മുകളിലേക്ക് ബഡ്ജറ്റ് ഉള്ളവർ നോക്കുന്ന വാഹനങ്ങൾ ക്രെറ്റ അല്ലെങ്കിൽ സെൽട്ടോസ് പിന്നെ ഗ്രാൻഡ് വിറ്റാരയാണ്. ക്രെറ്റ എസ് ഓപ്ഷണൽ വേരിയന്റിൽ ഡീസലിന് ഏകദേശം 23 ലക്ഷം പ്ലസ് പ്രൈസ് വരുന്നുണ്ട്. അത് നോക്കുന്നവർക്ക് ഡീസലിൽ പോലും 14-15 മൈലേജ് ലഭിക്കുകയുള്ളൂ. അങ്ങനെ മൈലേജുള്ള ഒരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നത്, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഗ്രാൻഡ് വിറ്റാരയുടെ സീറ്റ വേരിയന്റ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പുതിയ വാഹനമാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണറാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല ഓഫർ കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ